ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ്സിനെ കുറിച്ചുള്ള തിയറി ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ലിമിറ്റ്സിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടു ലിമിറ്റ് ഓഫ് ഒരു ഫംഗ്ഷൻ. സേ നമ്മൾ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് നോ ജി ഓഫ് എക്സ് നോ വിളിക്കും. സോ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു എ, as x tends to a, x tends to a or x approaches a. ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്യാം? നിങ്ങൾ LIM എന്ന് എഴുതും, അതായത് ലിമിറ്റ്. എന്നിട്ട് ഇതിന്റെ താഴെ എക്സ് എവിടത്തേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്, എവിടത്തേക്കാണ് ടെൻഡ് ചെയ്യുന്നത് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യും. അതായത് എക്സ് ആരോ മാർക്ക് ഇടും, എ. എക്സ് ടെൻസ് ടു 2 ആണെങ്കിൽ എക്സ് ടെൻസ് ടു 2 നിടും, എക്സ് ആരോ മാർക്ക് 2 നിടും. എന്നിട്ട് അതിനുശേഷം ഇവിടെ എഫ് ഓഫ് എക്സ് എഴുതും. ഇത് രണ്ടും ഈ എഫ് ഓഫ് എക്സിന് കോമൺ ആണ്. ഇതിന്റെ ഇവിടെ വേണം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏത് എഴുതാൻ. എന്നിട്ട് അതിന് ശേഷം എഫ് ഓഫ് എക്സ് എഴുതും. എന്നിട്ട് നമ്മൾ ഇതിന് ഒരു വാല്യൂ കണ്ടുപിടിക്കും. എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും, ഒരു നോൺ സീറോ നമ്പറോ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയി. ചില സമയത്ത് ഇത് നോൺ ഡിഫൈൻഡ് ആയിരിക്കും, ചില സമയത്ത് നോൺ സീറോ നമ്പർ ആയിരിക്കും, ചില സമയത്ത് 0 ആയിരിക്കും, ചില സമയത്ത് അങ്ങനെ ഇതിന് എന്തെങ്കിലും ഒരു വാല്യൂ ഇവിടെ കിട്ടുന്നില്ല. അതാണ് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഏതൊക്കെ മെത്തേഡ്സിലാണ് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങളെ സിലബസിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ്സ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ലിമിറ്റ്സ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷൻ. ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷൻ. പിന്നെ തേർഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ്സ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, ലിമിറ്റ്സ് ബൈ സിംപ്ലിഫിക്കേഷൻ. തേർഡ് മെത്തേഡ് സിംപ്ലിഫിക്കേഷൻ ആണ്. ഫോർത്ത് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ്സ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതും ഡിഫറെന്റ് ആണ് കേട്ടോ. ലിമിറ്റ്സ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫിഫ്ത്ത് മെത്തേഡ് ലിമിറ്റ്സ് ഓൾജിബ്രിക്കൽ ലിമിറ്റ്സ്. ഓൾജിബ്രിക്കൽ ലിമിറ്റ്സ്. പിന്നെ സിക്സ്ത് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ് ആണ്. ഇത്രയും മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സിലബസിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പൊ ഈ 6 മെത്തേഡ്സ് ഏതെങ്കിലും ഒന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 6 മെത്തേഡ്സിൽ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് യൂസ് ചെയ്യുക. അപ്പം എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിമിറ്റ്സ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ അത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്തിട്ട് ആ മെത്തേഡ് എല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റ് മെത്തേഡ്സിലേക്ക് പോയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നിങ്ങൾ ചില പ്രോബ്ലംസ്, അതായത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യേണ്ട പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാക്കിയിട്ട് വരാറുണ്ട്. കാരണം അത് വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ചിലപ്പം
മറ്റേതെങ്കിലും മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടൊന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡാണെന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് ചെയ്യാൻ നോക്കും. എന്നിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആൻസർ ഒപ്പിച്ചിട്ട് എഴുതും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒരിക്കലും ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരു പ്രോബ്ലം ആണെന്ന് നിങ്ങൾ തീരെ അത് വിചാരിക്കില്ല. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നവരെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ മെത്തേഡ് ഫസ്റ്റ് ട്രൈ ചെയ്യുക. ഇത് ശരിയാവുന്നില്ലെങ്കിൽ മാത്രം മതി മറ്റു മെത്തേഡ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ ലിമിറ്റ്സ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. ലിമിറ്റ്സ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങളോട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് കാണാൻ പറഞ്ഞാൽ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് എവിടേക്കാണോ ടെൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ വാല്യൂ ഇവിടെ എഫ് ഓഫ് എക്സിൽ എക്സ് കാണുന്ന സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതായത് എഫ് ഓഫ് എ എന്നായിരിക്കും അതിൻ്റെ വാല്യൂ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഞാൻ a2 ആയിട്ട് എടുക്കുന്നു. സേ എക്സ് സ്ക്വയർ പ്ലസ് 3. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് കാണുക എന്ന് പറഞ്ഞാൽ ഈ 2 ഇവിടെ എഫ് ഓഫ് എക്സിൽ എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ കൊടുക്കുക. ദാറ്റ് മീൻസ് 2 സ്ക്വയർ പ്ലസ് 3. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇവിടെ പിന്നെ ലിമിറ്റ് ഇടേണ്ട ആവശ്യമില്ല. സോ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് 4 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സോ 7 ആണ് ഇതിൻ്റെ വാല്യൂ. ഇതുപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് സ്ക്വയർ മൈനസ് 16 ബൈ എക്സ് പ്ലസ് 3. ഇതാണെങ്കിൽ നിങ്ങൾ ഈ -2 എക്സ് കാണുന്നതിൽ കൊടുക്കും. -2 ഹോൾ സ്ക്വയർ മൈനസ് 16 ബൈ -2 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 16 by 1 that is minus 12 by 1 that is equal to minus 12. So ഈ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ലിമിറ്റ്സ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -7 എക്സ് ക്യൂബ് മൈനസ് 4 by x square plus x minus 6 ഇത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ് കാണുന്നിടത്തിൽ -7 ഇട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് -7 ഹോൾ ക്യൂബ് -4 ഡിവൈഡഡ് ബൈ -7 ഹോൾ സ്ക്വയർ പ്ലസ് -7 മൈനസ് 6. ദിസ് ഈസ് ഈക്വൽ ടു -7ൻ്റെ ഹോൾ ക്യൂബ് കാണാം, -4 കാണാം. ഈ കാൽക്കുലേഷൻ ചെയ്യുക. ഫൈനലായിട്ട് നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആ കാര്യം അവിടെ ഇട്ട് കൊടുക്കുക. അതായത് -7 ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 343 -343 -4 ഡിവൈഡഡ് ബൈ 49 -7 -6. ഇത് ചെയ്താൽ -347 ഡിവൈഡഡ് ബൈ 49 minus 7 42 minus 6 36 വരും. സോ ഇതായിരിക്കും ആ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. സോ നമ്മൾ പറഞ്ഞു ഏത് ലിമിറ്റിൻ്റെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കണമെന്ന്. സോ ഇവിടെ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -2 ഹോൾ സ്ക്വയർ -4 ഡിവൈഡഡ് ബൈ -2 എന്ന് കിട്ടും. ദിസ് ഈസ് -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 -4 ഡിവൈഡഡ് ബൈ -2 എന്ന് പറഞ്ഞാൽ -4.
This is equal to 4 minus 4 0 divided by minus 4. നമുക്കറിയാം ന്യൂമറേറ്ററിൽ സീറോയും ഡിനോമിനേറ്ററിൽ നോൺ സീറോ നമ്പറും ആണെങ്കിൽ ദിസ് ഇസ് ഓൾവേസ് സീറോ. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ്. അതായത് 0/a എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും, വേർ a നോട്ട് ഈക്വൽ ടു സീറോ. ഇത് മറന്നു പോകരുത്. അപ്പോൾ നമുക്കിവിടെ സീറോ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടി. സോ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആസ് x ടെൻഡ്സ് ടു -2 ഈസ് സീറോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുകയാണ്. നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് x ടെൻഡ്സ് ടു -2 x² + 4/x + 2. എഗെയിൻ നമ്മൾ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ x ടെൻഡ്സ് ടു -2 ആണ്. സോ നമ്മളിവിടെ ഈ ഫംഗ്ഷനിൽ എക്സ് കാണുന്നിടത്തിൽ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you get -2 whole square plus 4 divided by താഴെ -2 plus 2 എന്ന് കിട്ടും. This is equal to -2 സ്ക്വയർ 4 plus 4 divided by -2 plus 2 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 0 കിട്ടും. This means 8/0. നിങ്ങൾക്കറിയാം മുകളിൽ നോൺ സീറോയും താഴെ സീറോയും ആണെങ്കിൽ അത് ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. വേറെ ഈ മുകളിലുള്ള എ മസ്റ്റായിട്ടും നോൺ സീറോ ക്വാണ്ടിറ്റി ആയിരിക്കണം. സോ ഇതും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. a/0 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 8/0 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ്. അപ്പം ഇങ്ങനെ ഇൻഫിനിറ്റി എന്ന് കിട്ടുകയാണെങ്കിലും നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആസ് x ടെൻഡ്സ് ടു -2 ഈസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ഈ കേസിൽ നമ്മൾ 0 എന്ന് പറഞ്ഞു. നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ നമുക്കൊരു നോൺ സീറോ നമ്പർ കിട്ടി. സോ അതാണ് അതിൻ്റെ ലിമിറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുകയാണ്. ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻഡ്സ് ടു -2 x² - 4/x + 2. എഗെയിൻ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കണം. സോ x ടെൻഡ്സ് ടു -2 ആണ്. സോ ഈ ഫംഗ്ഷനിൽ x കാണുന്ന സ്ഥലത്ത് നമ്മൾ -2 ഇട്ട് കൊടുക്കുന്നു. സോ -2 ഇട്ട് കൊടുത്താൽ -2 the whole square -4 divided by -2 plus 2 എന്ന് കിട്ടും. This is equal to -2 സ്ക്വയർ 4 ആണ്, -4 divided by -2 plus 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 0 ആണ്. This is equal to 4 - 4 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. സോ 0/0. അപ്പോൾ ഇത് ഈ കേസിലും വരുന്നില്ല, ഈ കേസിലും വരുന്നില്ല. കാരണം ഇവിടെ മുകളിൽ 0 ആകുന്ന സമയത്ത് താഴെ നോൺ സീറോ ആവണം. ഇവിടെയാണെങ്കിൽ മുകളിൽ നോൺ സീറോ ആകുന്ന സമയത്ത് താഴെ 0 ആകുന്ന സമയത്ത് മുകളിൽ നോൺ സീറോ ആണ്. പക്ഷേ ഈ കേസിൽ മുകളിലും താഴെയും 0 ആണ്. ഇത് സീറോയും ഇതിൻ്റെ വാല്യൂ സീറോയും അല്ല ഇൻഫിനിറ്റിയും അല്ല, ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇതെന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഇൻഫിനിറ്റി എന്ന അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ആ കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഫോം ഇതുവരെ കണ്ടുപിടിക്കാത്ത ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ നേരത്തെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഒരു 6 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് പ്രോബ്ലം തന്നാലും ഫസ്റ്റ് മെത്തേഡ് ആദ്യം ചെയ്ത് നോക്കണം. അതായത് നിങ്ങൾ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം നിങ്ങൾ ഈ മെത്തേഡ് അങ്ങ് ചെയ്യുക. ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിരിക്കും. അപ്പോൾ അത്രയും ഏത് പ്രോബ്ലത്തിനും നിങ്ങൾ ചെയ്യുക. എക്സാമിന് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഈ മെത്തേഡ് ഫസ്റ്റ് ട്രൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് അത് പേപ്പറിൽ തന്നെ അത് കാണിക്കുക, അതിനുശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് എഴുതുക. ഇനി നമ്മൾ അടുത്ത മെത്തേഡ്സിലേക്ക് പോകുന്നത്. അപ്പം അടുത്ത മെത്തേഡ്സിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഫോം വന്നപ്പോഴാണ് നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ 0/0 ഫോം വരാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ 0/0 വരുന്നത്. ആ ഫാക്ടർ എന്താണെന്നും നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. അതിന് നമ്മൾ
ഇവിടെയുള്ള ഈ ഒരു കാര്യം നോട്ട് ചെയ്താൽ മതി. അതായത് ഇപ്പം എക്സ് ടെൻസ് ടു എ ആണെങ്കിൽ ഇങ്ങനെ ആ പ്രോബ്ലത്തിൽ 0/0 ഫോം വരികയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അതില് ഇവിടെയുള്ള ഈ എക്സ് ഇവിടെയുള്ള ഈ എ നടുക്കൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ലീനിയർ ഫാക്ടർ കിട്ടിയിട്ടുണ്ട്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും, അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയും. അങ്ങനെ ഒരു ഫാക്ടർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ, ഇതാണ് തന്ന ഏത് ഫംഗ്ഷന്റെ ലിമിറ്റ് ആണോ കാണേണ്ടത് ആ ഫംഗ്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ ഒരു ലീനിയർ ഫാക്ടർ വരുന്നത് കൊണ്ടാണ് ഈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പം മുകളിലും താഴെയും 0 വരുന്നത്, അല്ലെങ്കിൽ 0/0 ഫോം വരുന്നത്. കാരണം മുകളിലും എക്സ് മൈനസ് എ വരിക, താഴെ എക്സ് മൈനസ് എ വരിക. നമ്മൾ എ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എക്സിന് എ കൊടുക്കുമ്പം എ മൈനസ് എ 0. അതായത് ഇങ്ങനെ പറയുന്നത്, മുകളിലും ഒരു എക്സ് മൈനസ് എ ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ആ എഫ് ഓഫ് എക്സ് ഈ 0/0 ഫോം വരണം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഉണ്ടാകും ഡിനോമിനേറ്ററിലും ഉണ്ടാകും. അപ്പോഴേക്കും 0/0 വരുള്ളൂ. സോ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷന് ഞാൻ ജി എന്ന് വിളിക്കുന്നു, ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷന് ഞാൻ എച്ച് എന്ന് വിളിക്കുന്നു. അതായത് ഇവിടെയാണെങ്കിൽ ജി ഓഫ് എക്സ് x²-4 ആണ്, എച്ച് ഓഫ് എക്സ് x+2 ആണ്. അപ്പം ഈ ജി ഓഫ് എക്സിലും എച്ച് ഓഫ് എക്സിലും എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നത് കൊണ്ടാണ് ഇവിടെ 0/0 ഫോം വരുന്നത്. അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സം എക്സ് മൈനസ് എ ഇൻറ്റു ബാക്കി വരുന്നത് എന്തോ ഞാൻ g1 ഓഫ് എക്സ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ എച്ച് ഓഫ് എക്സിലും എക്സ് മൈനസ് എ കോമൺ ഉണ്ടാകും, എന്നിട്ട് ബാക്കി ഒരു h1 ഓഫ് എക്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ എക്സ് കാണുന്നിടത്തിലൊക്കെ എ ഇട്ട് കൊടുക്കാൻ പറയുന്നു. അപ്പൊ ഈ എക്സ് കാണുന്നിടത്തിൽ എ ഇട്ട് കൊടുത്താൽ a മൈനസ് എ ഇൻറ്റു g1 ഓഫ് എ ഡിവൈഡഡ് ബൈ താഴെ കൊടുത്താൽ a മൈനസ് എ ഇൻറ്റു h1 ഓഫ് എ എന്ന് കിട്ടും. a മൈനസ് എ 0 ആണ്, 0 ഇൻറ്റു g1 ഓഫ് എ 0 ആണ്, a മൈനസ് എ 0 ആണ്, 0 ഇൻറ്റു h1 എ 0 ആണ്. സോ 0/0 കിട്ടും. അതാണ് പറഞ്ഞത് 0/0 ഫോം വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ന്യൂമറേറ്ററിലും എക്സ് മൈനസ് എ ഉണ്ടാവും, ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് എ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു ഫോം കിട്ടിയതിന് ശേഷം ലിമിറ്റ് കാണാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കോമൺ ഫാക്ടർ എക്സ് മൈനസ് എ അത് പുറത്തേക്ക് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഫംഗ്ഷൻ, അതായത് ഇവിടെയാണ് g1 ഓഫ് എക്സ് ബൈ h1 ഓഫ് എക്സ്, അവിടെ നമ്മൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പം നമുക്ക് ആൻസർ കിട്ടും. അതാണ് ഇവിടുത്തെ മെത്തേഡ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് ഫാക്ടറൈസേഷൻ. ഈ പറഞ്ഞ കാര്യമാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇതാണ് നമ്മൾ ലിമിറ്റ് കാണുന്നതിലുള്ള സെക്കൻഡ് മെത്തേഡ്. സോ ഇവിടെ അപ്പം എക്സ് ടെൻസ് ടു -2 ആണ്. ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ എന്റെ സ്ഥാനത്ത് -2 ആണ്. അപ്പൊ ഫാക്ടർ ഏതാ വരിക? എക്സ് ഇടുക, -2 ഇടുക, ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താവും? എക്സ് മൈനസ് -2 എന്ന് പറഞ്ഞാൽ x+2 എന്ന് വരും. അതായത് x+2 എന്ന് പറയുന്ന ഫാക്ടർ മുകളിലും ഉണ്ടാവും താഴെയും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2, താഴെ ഓൾറെഡി x+2 തന്നെ ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. ഇനി മുകളിൽ x+2 കിട്ടണം. മുകളിൽ ഇപ്പോൾ ഉള്ളത് x²-4 ആണ്. അപ്പം x+2 പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം a² - b². ഇത് എന്തിന്റെ എക്സ്പാൻഷനാണ്? ഇതിന്റെ എക്സ്പാൻഷനാണ് a+b ഇൻറ്റു a - b. അപ്പൊ x²-4 ആ രീതിയിൽ ചിന്തിച്ചാൽ x+2 ഇൻറ്റു x - 2 എന്ന് വരും. സോ അവിടെ നിങ്ങൾക്ക് x+2 വന്നു അവിടെ ഡിവൈഡഡ് ബൈ x+2. ഇപ്പം നമ്മൾ പറഞ്ഞ x+2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയി വന്നു. നമ്മൾ അതിനെ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവിടെ എഴുതുക. ഇപ്പം ബാക്കിയുള്ളത് അവിടെ എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ ഈ ലിമിറ്റ് എന്നുള്ള ഈ നൊട്ടേഷൻ മസ്റ്റ് ആണ്. കാരണം നമ്മൾ
സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോഴേ ചെയ്യുന്ന സ്റ്റെപ്പിലേ ഉള്ളൂ ഈ ലിമിറ്റ് പോകും. സോ ഇനി നിങ്ങൾക്ക് again സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ട്രൈ ചെയ്യാം. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്തിൽ ഈ -2 കൊടുക്കുക. അപ്പോൾ അത് -2 കൊടുക്കുമ്പോൾ ഇനി ഇവിടെ നിങ്ങൾ ലിമിറ്റ് എന്ന് എഴുതാൻ പാടില്ല. ഇനി നിങ്ങളിത് കൊടുക്കുകയാണ്. സോ -2 -2 ആഡ് ചെയ്താൽ -4. സോ ഈ തന്നിരിക്കുന്ന x² - 4/x+2ന്റെ വാല്യൂ -4 ആണ്. ഓക്കെ, ഇതിൽ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷൻ എന്നുള്ള മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. അപ്പം ചില കുട്ടികൾക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാമെന്ന് അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് എങ്ങനെയൊക്കെ ഫാക്ടറൈസ് ചെയ്യാം അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഞാനൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതുകയാണ്. ax² പ്ലസ് bx പ്ലസ് c. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവുന്ന സമയത്ത് x² ഒരു കോഎഫിഷ്യന്റ് ഉണ്ടാവും, അതാണ് a. x-നൊരു കോഎഫിഷ്യന്റ് ഉണ്ടാവും, അതാണ് b. പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും c. അപ്പം മിക്കപ്പോഴും ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, അതായത് ലീനിയർ ഫാക്ടേഴ്സ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്, രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എഴുതേണ്ടി വരും. സോ അതിന് ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ 10th പഠിച്ചിട്ടുണ്ട്, അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. സോ ഞാനതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റി. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ax² പ്ലസ് bx ഈ കോൺസ്റ്റന്റിന് നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് -c എന്ന് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ കൂടെ x² പ്ലസ് bxൻ്റെ കൂടെ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുന്നു, അതിൻ്റെ /2 എടുക്കുന്നു, ഹാഫ് എടുക്കുന്നു, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുന്നു. ഈ ഒരു ക്വാണ്ടിറ്റി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരേ ക്വാണ്ടിറ്റി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ വേറെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സോ b²/4 നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. ഇനി ഈ ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് അതിൽ മുന്നേ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഉള്ള ഈ എനെ ആദ്യം, ഈ x²ന്റെ കോഎഫിഷ്യന്റിനെ ആദ്യം നിങ്ങൾ 1 ആക്കണമായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അതായത് x²ന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിലേ ഉള്ളൂ ഇത് ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം x²ന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം. കോഎഫിഷ്യന്റ് 1 ആക്കണം എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് a കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. സോ ഈ ടേമിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² എന്ന് കിട്ടും, പ്ലസ് ഇതിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ b/a എന്ന് കിട്ടും, പ്ലസ് ഇതിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ c/a എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾ c/aനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് x² പ്ലസ് b/ax ഈക്വൽ ടു -c/a എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ b/a, ഇത് അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ this/2, അതായത് b/2a, അതിൻ്റെ ഹോൾ സ്ക്വയർ. ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുന്നു. അതായത് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ b/2a ദി ഹോൾ സ്ക്വയർ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള കാര്യം അതൊരു പെർഫെക്റ്റ് മറ്റേ a+b ഹോൾ സ്ക്വയർ, അതിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കാണുന്നത്.
അതായത് ദിസ് ഇസ് എക്സ് പ്ലസ് ബി ബൈ 2a ദി ഹോൾ സ്ക്വയർ ആണ്. that is x square plus 2 into x into b by 2a. 2 and 2 cancel ചെയ്തിട്ടുണ്ടെങ്കിൽ b by a x കിട്ടും. പിന്നെ b square by 4a square എന്നും കിട്ടും. ഓക്കെ, this is equal to minus c by a plus b by 2a whole square എന്ന് പറഞ്ഞാൽ b square by 2a whole square എന്ന് പറഞ്ഞാൽ 4a square. this is equal to ഇവിടെ താഴെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ either LCM എടുക്കാം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് സി ഇൻറ്റു 4a സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 4a സ്ക്വയർ സി പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ a b സ്ക്വയർ കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 4a ക്യൂബ് എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു മുകളിൽ എയും എയും കോമൺ ആണ്. സോ എ നിങ്ങൾ പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മൈനസ് 4ac ഉണ്ട് പ്ലസ് ഇവിടുന്ന് എ പുറത്തേക്ക് എടുത്താൽ പിന്നെ ബി സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ 4a ക്യൂബ് ഉണ്ട്. ഇനി ഈ എയും ഒരു എയും കട്ട് ചെയ്തു. ഒരു എയും കട്ട് ചെയ്താൽ ഇവിടെ ബാക്കി ബി സ്ക്വയർ മൈനസ് 4ac ബി സ്ക്വയർ മൈനസ് 4ac ബൈ 4a സ്ക്വയർ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യം എക്സ് പ്ലസ് ബി ബൈ 2a ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ബൈ 4a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a ഹോൾ സ്ക്വയർ. ഇനി ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? x plus b by 2a is equal to plus or minus മുകളിൽ എന്ത് വരും? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ ഇവിടെ റൂട്ട് എടുക്കുന്ന സമയത്ത് 2a എന്ന് കിട്ടും. സോ ഇവിടുന്ന് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ b by 2a നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് b by 2a പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് കിട്ടും. This is minus b plus or minus root of b square minus 4ac by 2a. So നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് പകരം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്ത് ഈ രീതിയിൽ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടി. ഈ ഫോർമുല നിങ്ങൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ഇതിനെ ഫാക്ടറൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിനെ ഇക്വേഷനാക്കി മാറ്റി ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഫോർമുല യൂസ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന എന്താണോ ഉള്ളത് എക്സ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയില്ല, അതിൽ പ്ലസ് മൈനസ് ഒക്കെ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ എക്സിൻ്റെ കൂടെ 1 ആണുള്ളത്. സോ ബി 1 ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പാർട്ട്, പിന്നെ വരുന്ന എക്സിന് ശേഷം വരുന്ന മൊത്തം കാര്യങ്ങൾ ദാറ്റ് ഈസ് മൈനസ് 6. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു. ഡിക്ക് കൊടുത്താൽ മൈനസ് 1 പ്ലസ് മൈനസ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a1 ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 1 മൈനസും മൈനസും പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 6 24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2 ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 24 പ്ലസ് 1 ഈസ് 25. 25ൻ്റെ റൂട്ട് 5 divided by 2. This is minus 1 plus 5 by 2 or minus 1 minus 5 by 2. Minus 1 plus 5 is 4 by 2 or minus 6 by 2. That is 2 or minus 3. ഇപ്പം നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് കിട്ടി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇങ്ങനെ ഒരു പോളിനോമിയലിനെ ഫസ്റ്റ് ഡിഗ്രി
പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റിയതിന് ശേഷം ഈ രീതിയിൽ റൂട്ട്സ് കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് 2 റൂട്ട്സ് കിട്ടും. ആ റൂട്ടിനെ ഞാൻ പി എന്നും ക്യൂ എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് പി ഇൻറ്റു എക്സ് മൈനസ് ക്യൂ എന്നായിരിക്കും. ഇങ്ങനെയായിരിക്കും. ഏതായാലും ഈ നമ്പർ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. എക്സ് മൈനസ് അതിന് ശേഷം ഒരു നമ്പർ ഇടുക ഇൻറ്റു എക്സ് മൈനസ് മറ്റേ നമ്പർ ഇടുക. അപ്പം ഇവിടെ ഈ കേസിലാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6നെ ഫാക്ടറൈസ് ചെയ്താൽ എക്സ് മൈനസ് ഒരു നമ്പർ ഉണ്ടാവും, എക്സ് മൈനസ് മറ്റേ നമ്പർ ഉണ്ടാവും. ഈ നമ്പർ ഇവിടെ കിട്ടിയതാണ്. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് മൈനസ് 3 ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഇൻറ്റു ഇത് മൈനസും മൈനസും പ്ലസ് ആകും. സോ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഫാക്ടറൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അതായത് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇങ്ങനെ 2 നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് ഈ പിന്റെ ക്യൂന്റെ സ്ഥാനത്തിട്ട് കൊടുത്താൽ ഫാക്ടറൈസേഷൻ നടക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിലാണ് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടി വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ടെൻസ് ടു -2 എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ minus 5x plus 6 by x square plus x minus 6. ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്താൽ ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിട്ടുള്ള 0/0 ഫോം ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സ് മൈനസ് 2 അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയി വരുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ 0/0 ഫോം ആയത്. നേരത്തെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ആ എക്സ് മൈനസ് 2 മോളിൽ താഴെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഉള്ളതിൽ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പം നിങ്ങൾ മുകളിലുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെയും താഴെയുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെയും ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പിയും ക്യൂവും കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് എക്സ് മൈനസ് പി ഇൻറ്റു എക്സ് മൈനസ് ക്യൂ ഫോമിൽ എഴുതിയാൽ മതി. അപ്പം ഈ പിയും ക്യൂവും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മിക്കേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോഡക്റ്റും സമ്മും അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. സം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആയിരിക്കും. എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ നെഗറ്റീവ്. അപ്പം ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ പി ക്യൂ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് 6 ആണ്. സോ പി ക്യൂ 6 ആയിരിക്കണം. സമ്മ് പി പ്ലസ് ക്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് -5 ആണ്, അതിന്റെ നെഗറ്റീവ്. സോ മൈനസും മൈനസും +5. അപ്പോൾ പ്രോഡക്റ്റ് എടുത്താൽ 6ഉം കിട്ടണം, സം എടുത്താൽ 5ഉം കിട്ടണം. ആ രീതിയിലുള്ള 2 നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ 2 നമ്പേഴ്സാണ് ഇവിടെ പിയും ക്യൂ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫാക്ടർ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. എക്സ് മൈനസ് 2 ആണ് ഒരു ഫാക്ടർ. അപ്പം എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ പി എന്തായി? P2 ആണ്. P2 ആണെങ്കിൽ Q നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ഫോർമുലയിൽ Pക്ക് 2 കൊടുത്താൽ Q എന്ത് കിട്ടും? Q is equal to 6/2 that is equal to 3. അപ്പം P2 Q3. സോ ഫാക്ടറൈസ് ചെയ്താൽ x minus 2 into x minus 3. സോ ഇതാണ് ഒരു മെത്തേഡ്. അതായത് ഈ ഒരു കാര്യം അറിയുകയും ചെയ്യുക. ഇതിൽ നിന്ന് തന്നെ കിട്ടും, എന്നാലും കുറച്ചും കൂടി എളുപ്പത്തിന് ഈ ഒരു കാര്യം കൂടി കിട്ടിയാൽ അതിൽ പി ഏതാണെന്ന് കിട്ടും. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ രീതിയിൽ എഴുതുക. സോ ഇതാണ് ഒരു മെത്തേഡ്. ഇനി താഴെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 അതിനെ ഇതുപോലെ ചെയ്യാം. അതുപോലെ എന്ത് വേണം? എക്സ് മൈനസ് പി ഇൻറ്റു എക്സ് മൈനസ് ക്യൂ ഫോമിൽ എഴുതുക. പി ക്യൂ പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ടേം -6 സമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 അതിന്റെ നെഗറ്റീവ്.
-1. സോ പ്രോഡക്റ്റ് എടുത്താൽ -6 ആയിരിക്കും, സം എടുത്താൽ -1 ആയിരിക്കും. ഒരു ഫാക്ടർ നമുക്കറിയാം, ഏതാണ്? x - 2 ആണ്. അതായത് p എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് q കിട്ടിയാൽ മതി. അപ്പോൾ p 2 ആണെങ്കിൽ q ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടും? q = -6/p 2 -3. അപ്പോൾ q -3 ആയിരിക്കും. സോ x - -3. That is x - 2 into x plus 3. സോ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഈ പ്രോബ്ലം ഈ രീതിയിൽ ചെയ്യാം. ലിമിറ്റ് x tends to 2. ഇതിനെ നമ്മൾ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. x - 2 into x - 3. താഴെ x - 2 into x plus 3. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ x tends to x - 3/x plus 3 എന്ന് കിട്ടും. ഇനി ഇവിടെ നിങ്ങൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് എക്സിന് 2 കൊടുക്കുക. അപ്പോൾ 2 - 3/2 plus 3 is -1/5. ഒരു വാല്യൂ കിട്ടി. സോ ഇതാണ് ഇതിൻ്റെ ലിമിറ്റ്. സോ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഇത്തരം 0/0 ഫോം വരുമ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമതൊരു മെത്തേഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഐദർ ഈ പ്രോഡക്റ്റ് സമ്മ് എടുക്കുക, അല്ലെങ്കിൽ ആ ഫോമുല യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫോമുലയിലേക്ക് എത്തിയ വഴി. അതാണ് നിങ്ങൾ 10th പഠിച്ച മെത്തേഡ്. അതായത് x² + x - 6 ആണെങ്കിൽ അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുന്നു. എന്നിട്ട് കോൺസ്റ്റന്റ് ടേമിനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും നിങ്ങൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതുന്നു. x + 1/2 ഹോൾ സ്ക്വയർ. ഇതിനെ സോൾവ് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് 5² / 2². സ്ക്വയർ റൂട്ട് എടുക്കുന്നു രണ്ട് സൈഡിലും. 5/2 ± 5/2 കാരണം ഹോൾ സ്ക്വയർ ആയതുകൊണ്ട്. സോ രണ്ട് ഇക്വേഷൻ കിട്ടുന്നു. x + 1/2 = 5/2 or x + 1/2 = -5/2. ദിസ് ഈസ് ഇതിനെ 1/2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ദിസ് ഈസ് 5 - 1 4/2 or ഇത് ചെയ്താൽ -5 - 1/2. This is x is equal to -6/2 which is equal to -3. നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ കിട്ടുന്നു. സോ നമ്മൾ 3 തരത്തിൽ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചു. ഇത് 2 - 3 കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്താൽ മതി. ദിസ് ഇസ് ഈക്വൽ ടു x - 2 into x - -3 ഇങ്ങനെ കിട്ടും. സോ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയി തോന്നുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്യുക. എന്തായാലും ഇത് x - 2 കോമൺ ആയിട്ട് കിട്ടി, അത് കട്ട് ചെയ്ത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ലിമിറ്റ് എടുക്കണം. അതാണ് ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യം. ഓക്കെ.